ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കുർത്തി തയ്ക്കുകയാണ്. അത് ഹോൾഡർ നെക്ക് വെച്ച് ഹാഫ് ഷോൾഡർ കുർത്തിയാണ് തയ്ക്കുന്നത്. നെറ്റ് ഫാബ്രിക്കാണ്, ലൈനിങ് വെച്ചാണ് തയ്ക്കുന്നത്. ഞാൻ നോർമൽ കുർത്തിയുടെ അളവിലാണ് ഷോൾഡറും ഒക്കെ ആദ്യം എടുത്തിരിക്കുന്നത്, കൈക്കുഴിയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം ചെസ്റ്റ് വണ്ണം 34 ആണ്. അപ്പം ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസും ഇടവണ്ണത്തിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ്, അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ്, ഇത്രയും കൂട്ടി സ്ലിറ്റിന് വണ്ണം എടുത്തിരിക്കുന്നതിനേക്കാളും 1 ഇഞ്ചും കൂടി കൂട്ടി അടിവട്ടം എടുത്തിരിക്കുന്നത്. അങ്ങനെ അടിവട്ടം ടോട്ടൽ 13 ഇഞ്ചാണ്, 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് കണക്കാക്കിയാണ് തുണി രണ്ടാക്കി മടക്കിയിട്ടിരിക്കുന്നത്. ഷോൾഡർ ഞാൻ 6 ഇഞ്ച് എടുത്തു, കൈക്കുഴി 6 ഇഞ്ച് എടുത്തു. എന്നിട്ട് അവിടുന്ന് നോർമലി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു. അതിനുശേഷം നെക്കിൻ്റെ വിത്ത് 2.5 കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടി 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൈക്കുഴിയിലേക്ക് വരച്ചു. അതിനുശേഷം അതുപോലെ തയ്യൽത്തുമ്പ് ഞാൻ ചെസ്റ്റിനൊക്കെ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ച് തയ്യൽത്തുമ്പാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്നാലാണ് മടക്കി അടിക്കുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടാറുള്ളൂ. അപ്പം ആ സ്ലിറ്റിൻ്റെ അടുത്ത് അതേ വണ്ണത്തിനേക്കാളും 1 ഇഞ്ച് ലൂസ് കൂട്ടിയാണ് താഴേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ഒരു 3/4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് ബാക്ക് എഴുത്ത് വെട്ടാം. ഇതുപോലെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് കുഴിച്ച് വെട്ടാറുണ്ട്. ബാക്ക് പീസ് വെട്ടിയ ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പീസ് എടുത്ത് വെച്ചിട്ട് ബാക്ക് പീസ് വെട്ടിയിട്ടുണ്ട്. ബാക്കിന് നെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് ഷേപ്പ് ചെയ്താണ് ബാക്ക് നെക്ക് വെട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കാം. ലൈനിങ്ങിന് ഫ്രണ്ട് പീസിന് ഞാൻ കുറച്ച് ഭാഗം ലൈനിങ് ഇല്ലാതെയാണ് തയ്ക്കുന്നത്. അത് നമുക്ക് എത്ര ഇഞ്ച് താഴ്ച വേണം എന്നനുസരിച്ച് നമുക്ക് അത് ഷേപ്പ് ചെയ്യാം. ഞാനൊരു 7 ഇഞ്ച് താഴ്ചയാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് താഴ്ച വരുമ്പോൾ നമുക്ക് കൈക്കുഴി 6 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇച്ചിരി ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. നെക്കിൻ്റെ അവിടുന്ന് 7 ഇഞ്ച് എടുത്തു. അവിടുന്ന് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റി അങ്ങനെ ഷേപ്പ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. അത്രയും ഭാഗം നമ്മൾ ഈ ലൈനിങ് കട്ട് ചെയ്ത് കളയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ആ സൈഡ് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം. അതിനുശേഷം നല്ല തുണിയിലേക്ക് നമുക്ക് ചേർത്തടിക്കാം. നല്ല തുണിയുടെ നല്ല വശമാണ് മുകളിലിരിക്കുന്നത്. ഞാനിതുപോലെ പിന്നി വെച്ചെല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത ശേഷമാണ് ചേർത്തടിക്കുന്നത്. ലൈനിങ് എപ്പോഴും ഞാൻ ഇച്ചിരി കൂട്ടിയാണ് വെട്ടാറുള്ളത്. അതിനുശേഷം അത് ഷേപ്പ് ചെയ്തെടുക്കും. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം, നെക്കിൻ്റെ ഭാഗം, ഷേപ്പ് ചെയ്ത ഭാഗം ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ബാക്ക് പീസ്. ബാക്ക് പീസ് ഞാൻ നെക്ക് താഴേക്ക് ഈ ഷേപ്പിലാണ്, ഓവൽ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. കാരണം ഹോൾഡർ നെക്ക് ആയതുകൊണ്ട് ഒന്നെങ്കിൽ ബാക്കിൽ നമ്മൾ സിബ് വെക്കണം, ഓപ്പൺ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ആളിവിടെ ഉണ്ടായിരുന്ന കാരണം അതൊന്ന് വെച്ച് നോക്കി. അപ്പം കുറച്ചും കൂടി ഷോൾഡർ കുറയ്ക്കാനുണ്ട്. അതുപോലെ കൈക്കുഴി കുറച്ചും കൂടി ഷേപ്പ് വരാനുണ്ട്, കൈക്കുഴി കുറച്ചും കൂടി ഇറങ്ങിയും വരാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് മാർക്ക് ചെയ്തിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തു. 6 ഇഞ്ച് കൈക്കുഴി എടുത്തിരുന്നത് 6.5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ നെക്കിന് വേണ്ടിയിട്ട് പേപ്പർ സ്റ്റിഫ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നെക്കിൻ്റെ റൗണ്ട് കണക്കാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ. ഇത് ഫിനിഷിങ് വർക്ക് ആയിട്ടില്ല. ഞാൻ ഇവിടെ സെറ്റ് പിന്ന് കുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇനി അവിടെ നമ്മൾ ബട്ടൺസ് കൊടുക്കാറുണ്ട്. കുറച്ചും കൂടെയൊക്കെ ഫിനിഷിങ് വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. താങ്ക് യു.